അങ്ങനെ ഒരു ആവേശത്തിന് ഞാൻ എൻ്റെ മുടി അങ്ങ് കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചിന്തിച്ചത് ഇതിനിയൊന്ന് വളർത്തിയാലോ എന്ന്. എന്നാൽ പിന്നെ ഒരു എണ്ണ അങ്ങ് കാച്ചേക്കാം. അങ്ങനെ മുറ്റത്ത് നിൽക്കുന്ന ഒരു റോസാപ്പൂ ഞാനങ്ങ് പൊട്ടിച്ചു. പിന്നെ ഇത് കരിനച്ചി ഇലയാണ് കേട്ടോ, ചെമ്പരത്തി ഇല, തുളസി, വേപ്പില. ഇത് പനിക്കൂർക്കയാണ് കേട്ടോ. ഔഷധ ഗുണം കൂടുതലുള്ള പനിക്കൂർക്കയാണ് ഇതെന്നാണ് കേട്ടിരിക്കുന്നത്. ഞാൻ 2 ടൈപ്പ് പനിക്കൂർക്കയും നട്ടിട്ടുണ്ട്. ഇതാണ് വേറൊരു ടൈപ്പ്. നമുക്ക് രണ്ടും അങ്ങ് പൊട്ടിച്ചിട്ടേക്കാം. ഇത് കയ്യോന്നി. കയ്യോന്നി പിന്നെ എല്ലാവർക്കും പരിചയമുള്ള ഒരു പ്ലാന്റാണ്. നമുക്ക് എണ്ണയൊക്കെ കാച്ചുമ്പം പണ്ടുള്ള ആൾക്കാർ എപ്പോഴും ഇടുന്നത് കയ്യോന്നിയാണ് കേട്ടോ. കയ്യോന്നി മാത്രം ഇട്ടിട്ട് വരെ എണ്ണ കാച്ചാറുണ്ട്. കാരണം അതിൻ്റെ ഗുണം അത്രയ്ക്കും വലുതാണ്. ഞാനിങ്ങനെ പല പല ചട്ടിയിലായിട്ടിങ്ങനെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ സീഡ് ഈ പൂവിൽ നിന്ന് തന്നെ വീണ് പൊട്ടി മുളച്ച് വരും പുതിയ പുതിയ പ്ലാന്റുകൾ. അങ്ങനെ പോയിരിക്കുന്ന ഇതല്ല. പിന്നെ നമ്മുടെ ഫ്ലാറ്റിലുള്ളൊരു കുഞ്ഞു ചെമ്പരത്തിയും പൊട്ടിച്ചു. നിൽക്കുന്ന കണ്ടോ, കിങ്ങിനെ പോലെ വെറ്റില. കുറച്ച് വെറ്റിലയും കൂടി നമുക്കങ്ങ് ഇട്ടേക്കാന്ന് ഓർത്ത് ഞാൻ വെറ്റിലയും പൊട്ടിച്ചു. ഇത് നമ്മുടെ മുക്കൂറ്റി. ഇതെല്ലാം ഞാൻ ഈ പല സ്ഥലത്ത് പോകുമ്പോൾ നോക്കി നോക്കി ഇങ്ങനെ വെച്ചിട്ട് എന്നൊരു ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാമല്ലോ, അങ്ങനെ അങ്ങ് പൊട്ടിച്ചെടുക്കാമല്ലോ എന്നോർത്ത് എല്ലാ സ്ഥലവും ഞാൻ നോക്കി വെക്കും, എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പുറത്ത്. ആവശ്യം വരുമ്പോൾ നമുക്ക് പോയി കട്ടെടുക്കാമല്ലോ. ഇത് മൈലാഞ്ചിയല്ല. അങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസും ആയി. ഏകദേശം ഒരു 25 ഐറ്റമുള്ള ഒരു കാച്ചി എണ്ണയാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഇത് പൂവാങ്കുരുന്നിലയാണ് കേട്ടോ. പൂവാങ്കുരുന്നില പറിക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് കറ്റാർവാഴ. കറ്റാർവാഴയുടെ ഇങ്ങനെ പറിച്ചിട്ട് ഇതിൻ്റെ അടിയിലൊരു ടിഷ്യൂ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കുത്തിച്ചാരി വെക്കണം. അപ്പോൾ അതിൽ നിന്നൊരു യെല്ലോ ലിക്വിഡ് വീഴും. ആ ലിക്വിഡ് പോയതിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഇത് നമ്മൾ പറിച്ച കുറച്ച് ഐറ്റംസ്. ഇത് കീഴാർനെല്ലിയാണ് കേട്ടോ. ഇത് കറുക, മൈലാഞ്ചി, കുറച്ച് മുല്ലപ്പൂവും കൂടി ഞാൻ 2 ദിവസം മുമ്പ് പറിച്ചായിരുന്നേ. വേപ്പില, നെല്ലിക്ക, റോസ്മേരി. ഇത് നീലാമരിയാണ് കേട്ടോ, ഒരു പാക്കറ്റ്. വെളുത്തുള്ളി, ഉള്ളി, കരിനിച്ചയില. തുമ്മലൊക്കെ ഉള്ളവർക്ക് ഈ ഇലയിട്ട് എണ്ണ കാച്ചുന്നത് നല്ലതാട്ടോ. ഇത് അഞ്ജനക്കല്ല്, ഉലുവ, ബദാം, പച്ചക്കർപ്പൂരം, ഫ്ലാറ്റ് സീഡ്, ഗ്രാമ്പു, കുരുമുളക്, ജീരകം, കരിഞ്ജീരകമാണ്. അപ്പോൾ ഇത്ര ഐറ്റംസിനും കൂടിയിട്ട് 3 ലിറ്റർ വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ പറിച്ചെടുത്ത ഇലകളെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി അരച്ചെടുക്കണം. അപ്പോൾ ഇലകളെല്ലാം അരച്ചെടുക്കണം. ബാക്കി സാധനങ്ങളെല്ലാം ഞാൻ കാണിച്ച സാധനങ്ങളെല്ലാം പൊടിച്ചും എടുക്കണം. അപ്പോൾ ഈ ഇലയിൽ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മുല്ലപ്പൂ, റോസാപ്പൂ ഞാൻ ഇടുന്നില്ല. അതുപോലെ പൊടികളുടെ കൂട്ടത്തിൽ നമ്മൾ ഇടാൻ പാടില്ലാത്ത സാധനമാണ് പച്ചക്കർപ്പൂരം. ഇടേണ്ട ആവശ്യമില്ല. നീലാമരി ഓൾറെഡി പൊടിയായിട്ടിരിക്കുന്നുണ്ട്, അതും ഇടണ്ട. കറ്റാർവാഴ പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് സൈഡെല്ലാം കട്ട് ചെയ്ത് മുള്ളെല്ലാം കളഞ്ഞ് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് എടുക്കണം.
ഈ കറ്റാർവാഴയിൽ ഒരു യെല്ലോ ലിക്വിഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ചില ആൾക്കാർക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും, അലർജിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളൊരു ദിവസം മുന്നേ കറ്റാർവാഴ പറിച്ച് ടിഷ്യൂ പേപ്പർ അതിൻ്റെ അടിയിൽ വെച്ചാലും കുഴപ്പമില്ല, നമുക്ക് വിശ്വസിച്ചത് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഒരു ബീറ്റ്റൂട്ടും കൂടി ഞാൻ അരിഞ്ഞിടുക കേട്ടോ. പൊടിക്കാനുള്ള സാധനമെല്ലാം നന്നായിട്ട് പൊടിച്ചു എടുക്കുക. ഇനി അടി കട്ടിയുള്ള നല്ലൊരു പാത്രം എടുക്കുക. ഉരുളി ഉണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും ബെറ്റർ. അതിലേക്ക് ഈ 3 ലിറ്റർ വെളിച്ചെണ്ണയും ഒഴിക്കുക. ഇതാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടികളും. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രം അരപ്പ് ആദ്യം ആഡ് ചെയ്യുക. നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ഈ അരപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക, വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മാത്രം. അരപ്പ് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടാൽ പിന്നെ ഇതുപോലെ അങ്ങ് ഇളക്കിക്കോണം. കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഇങ്ങനെ ഇളക്കാനായിട്ട് ഏറ്റവും ബെറ്റർ നമുക്ക് ചട്ടകമാണ് കേട്ടോ. ചട്ടകമാകുമ്പോൾ നമുക്ക് അടി കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അടിക്ക് പിടിക്കില്ല എന്ന് ഉറപ്പുണ്ട് ചട്ടകമാകുമ്പോൾ. ചട്ടകത്തിനൊരു വക്ക് പോലെ അത്യാവശ്യം ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതിനൊരു ഷാർപ്പ് ഉള്ളതുകൊണ്ട് അടി നന്നായിട്ട് കൂട്ടി തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ഒരു സിമ്മ് പോലെ തന്നെ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഒത്തിരി തീ കൂട്ടിയിടണ്ട, കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു 15 മിനിറ്റോളം നമ്മൾ ഇളക്കി കഴിഞ്ഞതിന് ശേഷം അഞ്ജനക്കല്ല് ഇട്ട് കൊടുക്കുക. 15 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ അരപ്പിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ അഞ്ജനക്കല്ല് ഇട്ട് കൊടുക്കുക. അഞ്ജനക്കല്ല് അതിൽ അലിഞ്ഞു പൊക്കോളും. ഇനിയും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പണ്ട് മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ ഈ എണ്ണയൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ നമുക്കൊരു വിലയില്ല. ഇപ്പം നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ വില ഭയങ്കര വിലയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല മണമുള്ളൊരു എണ്ണയാണ്, നല്ല ഗുണവും. മണം മാത്രമല്ല. ഇനി ഇതിലേക്ക് നമ്മളുടെ റോസാപ്പൂവും മുല്ലപ്പൂവും ഇട്ട് കൊടുക്കണം. ഈ മുല്ലപ്പൂവും റോസാപ്പൂവും ഇടുന്നത് നല്ല മണത്തിന് വേണ്ടി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സ് ചെയ്തൊരു മണമുണ്ട്, അതാണ് കാച്ചിയ എണ്ണയുടെ മണം. നന്നായിട്ട് തിളച്ച് പൊങ്ങുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ആ അരപ്പ് നോക്കണം, അരപ്പ് ക്രിസ്പി പോലെ ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോയാൽ എണ്ണയുടെ ഗുണം പോവും. അതുകൊണ്ട് അരപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനിങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഒന്ന് തൊട്ട് നോക്കണം, അരപ്പൊന്ന് റെഡിയായോ എന്നൊന്ന് നമ്മളൊന്ന് തൊട്ട് നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതിൻ്റെ മൂപ്പായോ ഇല്ലയോ എന്ന്. കൈ പൊള്ളാതെയൊക്കെ വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട്. അരപ്പൊക്കെ ഇടുമ്പോൾ ഒറ്റയടിക്കങ്ങ് ഇടരുത്, എണ്ണ തെറിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. എണ്ണ ഒരു ഏകദേശം ആയി ഓഫ് ചെയ്യാറാവുമ്പോഴായിരിക്കണം നമ്മൾ ഈ പൊടികളൊക്കെ ആഡ് ചെയ്യാൻ. പച്ചക്കർപ്പൂരം ആഡ് ചെയ്യണം. പച്ചക്കർപ്പൂരം നല്ല മണമുള്ളൊരു സാധനമാണ് കേട്ടോ. ഈ പച്ചക്കർപ്പൂരം മാത്രം എനിക്കൊരു ഡൗട്ടാണ്, ബാക്കിയെല്ലാം ഓർഗാനിക് സാധനങ്ങളും നമ്മൾ പറിച്ചെടുത്ത സാധനങ്ങളുമാണ്. പച്ചക്കർപ്പൂരം മാത്രം എനിക്ക് അറിയില്ല ഓർഗാനിക് ആണോ എന്ന്. പക്ഷേ എന്തായാലും നല്ല മണമുള്ളൊരു സാധനമാണ് പച്ചക്കർപ്പൂരം, ഒരു ഡിവൈൻ മണമാണ്. ഇനി നമുക്ക് ലാസ്റ്റാണ് ഇതിലേക്ക് നമുക്ക് നീലാമരിപ്പൊടി ആഡ് ചെയ്യേണ്ടത് കേട്ടോ.
അപ്പോൾ നീലാമരി പൊടിയായിട്ട് എനിക്ക് കിട്ടിയത്. അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും നമുക്ക്. ഈ സാധനങ്ങളെല്ലാം അങ്ങാടിക്കടയിൽ കിട്ടും കേട്ടോ. അത് ഒരു പാക്കറ്റ് ഫുള്ളായിട്ടങ്ങ് ഇടുക. കൈയെടുക്കാണ്ട് ഇളക്കാൻ മറക്കരുത്. ആ ഒരു പാക്കറ്റ് ഫുള്ളങ്ങ് ഇടുക. എഗെയിൻ ഇളക്കുക. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കണം കേട്ടോ. ഒരു 5 മിനിറ്റും കൂടി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇളക്കണം. ഇതുപോലെ ഒരു ക്രിസ്പി പോലെ ആവും. നമ്മുടെ എണ്ണയുടെ കളറും ഇപ്പോൾ ഒരു ബ്ലാക്ക് കളറായിട്ടില്ലേ. ഇനി ഇത് ആറാൻ വെക്കണം. ആറാൻ വെച്ചിട്ട് ഇപ്പം നമ്മൾ രാവിലെയാണ് ഇത് നമ്മൾ കാച്ചുന്നതെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ആറിക്കിട്ടും. അപ്പോൾ ഒരു വൈറ്റ് തുണി എടുത്തിട്ട്, ഒരു കോട്ടൺ പീസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇതൊഴിച്ച് നന്നായിട്ട് അരിച്ചെടുക്കണം. കുറച്ച് അധിക ദിവസത്തെ പണിയാട്ടോ ഇത്. അതായത് ഈ പച്ചിലകളെല്ലാം പറിച്ചെടുക്കുക, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സംഘടിപ്പിക്കുക, പല പല സ്ഥലത്തുനിന്ന് വേണം ഇതെല്ലാം അറേഞ്ച് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മുടെ കഷ്ടപ്പാടും അല്ലേ. ഇതെല്ലാം കഴിയുമ്പോൾ ഈ ഒരു സാധനം കയ്യിൽ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷവും സംതൃപ്തിയും ഭയങ്കര വലുതല്ലേ. ഇത് ഇപ്പം തന്നെ നല്ല അടിപൊളി മണമാണ് കേട്ടോ ഇതിന്. ഇതിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് വേറൊരു തുണി വെച്ചിട്ട് ഇതിനെ സ്ട്രോങ് ആയിട്ട് ഈ കിഴി കെട്ടണം. ഇതുപോലെ കെട്ടിയതിന് ശേഷം അതിന് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു രീതിയിൽ ഒരു സ്ഥലത്ത് തൂക്കിയിടുക ഇതുപോലെ. എന്നിട്ട് അടിയിൽ നമ്മുടെ കാച്ചിയ എണ്ണയുടെ പാത്രവും വെക്കുക. അപ്പോൾ അതിങ്ങനെ ഇറ്റിറ്റിറ്റ് വീഴും. കുറച്ച് കഴിയുമ്പോൾ അതിനെ നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കുക. ഒരാഴ്ചയോളം അതങ്ങനെ കെട്ടി തൂക്കിയിടാം കേട്ടോ. അതിൽ നിന്ന് ഇങ്ങനെ ഇറ്റ് വന്നുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് അതേ കവറിലേക്ക് തന്നെ കാച്ചിയ എണ്ണ ആറിയതിന് ശേഷമാണ് ഒഴിച്ച് വെക്കുക. ബാക്കിയുള്ളത് ഇപ്പം എടുക്കാൻ പാകത്തിന് നമുക്കൊരു കുപ്പിലേക്ക് പകർത്തി വെക്കാം. ഇനി ഈ ബാക്കിലിരിക്കുന്ന 2 കവർ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. കനച്ചൊക്കെ പോവാതിരിക്കാൻ. കനച്ചൊന്നും പോവില്ല, എന്നാലൊരു സേഫ്റ്റിക്ക്. ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇതാട്ടോ. കളറ് നല്ല പച്ചയായി. പുറത്തിരുന്നതിൻ്റെ കളറ് ബ്ലാക്ക് കളറായിട്ട് തന്നെ ഇരിക്കുക. ഈ പച്ച കവറില്ലേ, ആ കവർ ഒരു ദിവസം പുറത്ത് വെക്കുമ്പോൾ തന്നെ ബ്ലാക്ക് കളർ എണ്ണയാവും കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. എന്താ മണം, അടിപൊളി മണം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ.